അങ്ങനെ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കൈ പൈസ ഇല്ലെങ്കിലേ നമുക്ക് വേറൊരു പ്രശ്നവും വേണ്ട, നമുക്ക് ഡിപ്രഷൻ ഓട്ടോമാറ്റിക് വരും. ഒരുവിധം നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കൃത്യമായ നമുക്ക് ആവശ്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ അല്ലെങ്കിൽ നമുക്കൊന്നും നടക്കാനിരിക്കാനോ പോക്കറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ നോക്കുമ്പോൾ 110 രൂപ ബാലൻസ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ. സത്യം അതാണ്. അല്ലാണ്ട് നമുക്കൊരു പ്രണയം പൊട്ടിയതിൻ്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മളെ നിലനിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് പണം. അത് ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ വേണം. പൈസ നല്ലോണം ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് പൈസ ഉള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട്, കാരണം അവർ വേറൊന്നും കൂടി ചിന്തിക്കുന്നില്ല. ഇപ്പൊ പൈസ കൊണ്ട് സെറ്റിൽ ആയ ആൾക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യാം. ആ വ്യക്തിയുടെ ചലനം അവരെ ചിലപ്പം ഡിപ്രഷന്റെ ഏറ്റവും പീക്കിലെത്തിക്കും. പ്രണയമാണ് അധികം ഡിപ്രഷനിലേക്ക് നയിക്കുന്നതെന്ന് അധികം പേരും പറയുന്നത് ശരിയാണ്. അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരാളിലേക്ക് ഫോക്കസ്ഡ് ആവും, അയാളുടെ ചുറ്റുള്ള കണക്ഷൻസ് കംപ്ലീറ്റ് അയാൾ കട്ട് ചെയ്യും. ചിലപ്പോൾ അച്ഛനും അമ്മയോടുള്ള എല്ലാ സ്നേഹവും കട്ട് ചെയ്ത് ഒരാളിൽ മാത്രം ഫോക്കസ്ഡ് ആവും. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ അയാൾ എങ്ങനെ പറയുന്നത് അതുപോലെ പോകും. ഒരു അല്ലാതൊരു പീക്ക് ലെവൽ എത്തുമ്പോൾ ആ മറ്റേ ആൾ എന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിൽ. കാരണം നമ്മൾ ആദ്യം ഇഷ്ടപ്പെടാൻ നല്ല നല്ല കാരണങ്ങൾ കണ്ടെത്തും. അതേ ആൾ തന്നെയാണ് ഇതേ വ്യക്തിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അവൻ അങ്ങനെയാ ഇവൻ ഇങ്ങനെയാണ്. ആദ്യം ഇതേ ആളെ കുറിച്ച് പറയും, അവനിപ്പോഴത്തെ ഒരാളെ കണ്ടില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, ഞാൻ ആഗ്രഹിച്ച പോലെ എന്നെ അങ്ങനെ എങ്ങനെന്നൊക്കെ പറയും. ഈ രണ്ടും പറഞ്ഞ് നമ്മൾ തന്നെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പിന്നെ അവരിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ എനിക്ക് പറയാന്ന് വെച്ചാൽ ഇന്ന് ഒരാളും നമ്മൾക്ക് ആരെയും ഒരിക്കലും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിശ്വസിക്കാതിരിക്കുക.